ജയന്ദ്ര സാറേ, ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പം ബീഹാർ ഇലക്ഷൻ, അതായത് അതിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വന്നു, തീരുമാനമായി കഴിഞ്ഞാൽ 3-2 ഭൂരിപക്ഷത്തിൽ BJP NDA സഖ്യം അധികാരത്തിൽ വരുന്ന ഒരു അവസ്ഥയാണ്. അത് കോൺഗ്രസ് ഒന്നും ഇല്ല, കോൺഗ്രസ് നിഷ്പ്രഭമായി പറയുന്ന. അപ്പൊ ഇതിനകത്ത് വോട്ട് ചോരി യാത്ര ആദ്യമേ അദ്ദേഹം മിഷന്റെ പുറയിലായിരുന്നേ, അത് കഴിഞ്ഞിട്ട് ഈ സംവിധാനത്തിന്റെ തന്നെ പുറയിലെ ഭരണഘടനാ സംവിധാനം ഒക്കെ തെറ്റാ, ഇങ്ങനെയാണ് വരുന്നത്, ഇവിടുന്ന് ഇത്ര വോട്ട്. അതായത് SIR 2002 തോന്നുന്നു, ഇതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് വിഷയങ്ങൾ മാറ്റി. ഇപ്പൊ വീണ്ടും 2029 എനിക്ക് തോന്നുന്നു മണ്ഡല പുനർനിർണയം വരുന്നതിന് മുന്നോടിയായിട്ട് സെൻസസും അല്ലെങ്കിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റും ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. മോദി 2014 അധികാരത്തിൽ വന്നപ്പോൾ അന്ന് അയാള് വോട്ടേഴ്സ് ലിസ്റ്റ് അല്ലെ വോട്ടർ വിളിച്ചു വരുത്തി. അപ്പൊ 10 കൊല്ലത്തിന് ശേഷം അദ്ദേഹം ഇതിനകത്ത് അന്ന് വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് വന്ന പാളിച്ച വേറെ ഒന്നുമല്ല സാറേ. വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് വരുന്ന പാളിച്ച എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാലോ, ഇപ്പൊ നമ്മുടെ ഒരു പ്രദേശം, നമ്മുടെ ഒരു വാർഡ്, ഈ വാർഡിൽ വോട്ട് കയറുന്നതിനൊരു പരിധിയില്ലേ. ചില സ്ഥലങ്ങളിൽ വോട്ട് ബൂന്ന് കയറുവാണ്, വോട്ട് ബൂന്ന് കയറുക. എന്നിട്ട് ആ മണ്ഡലത്തിന്റെ ആ നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രക്ചറിനെ അങ്ങ് മാറ്റുക. വോട്ട് ബൂന്ന് കയറ്റിയാൽ എന്തോ കുഴപ്പമെന്ന് പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിൽ കൂടിയാണല്ലോ അധികാരത്തിൽ വരുന്നത്. അപ്പം ചില വോട്ടുകൾ അവിടെ കൂടുന്നു, എവിടുന്നാണെന്ന് അറിയുന്നില്ല, 5 കൂടുന്നു. ആ വോട്ട് ജനാധിപത്യ സംവിധാനത്തെ തകിടം മറിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നോക്കിയപ്പോൾ ഇത് ഇന്ത്യയുടെ വോട്ടല്ല, പലപ്പോഴും ചിലടത്തുനിന്ന് കൊണ്ടുവരിക, ബംഗ്ലാദേശിൽ നിന്ന് വോട്ട് കയറുക. ബംഗ്ലാദേശിൽ നിന്ന് സാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യം, ബംഗ്ലാദേശിൽ നിന്ന് 2 ലക്ഷം പേര് ആ ബോർഡർ കടന്നു, നിവർത്തികേട് കൊണ്ട് കടന്നു പോയതാന്ന് വെച്ചാൽ അവിടുത്തെ പട്ടിണി അല്ലെങ്കിൽ പ്രശ്നം എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കണം, ഇന്ത്യ കയറിയാൽ ജീവിക്കും. പക്ഷേ ബംഗ്ലാദേശിന് 2 ലക്ഷം പേര് ബോർഡർ കടന്ന പിറ്റേന്ന് 10,000 പേര് ഡൽഹിയിലാണ്, 10,000 പേര് UP-യിലാണ്, 10,000 പേര് ഛത്തീസ്ഗഡ്, അല്ലെങ്കിൽ ഇങ്ങനെ സംസ്ഥാനങ്ങളിലേക്ക് വിഭജിക്കുക. ഈ സംസ്ഥാനങ്ങളിലേക്ക് വിഭജിക്കുന്ന കൂടാതെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഇവരെ വിഭജിക്കുക. ആരാ ഒന്നും അറിയത്തില്ല, എല്ലാം ഇവര് തന്നെത്താൻ വരത്തില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് ഇതിന് വേണ്ടിയാണ് ഇപ്പം രാജ്യത്തിനകത്ത് 2011 1.5 കോടി 2 കോടി ബംഗ്ലാദേശികൾ ഉണ്ടെന്നാണ് കണക്ക്. ഇപ്പൊ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പം ഇത് അവരൊരു പക്ഷേ കയറിയതായിരിക്കും. ഇവിടെ വന്നവർക്ക് കുറെ കണക്കുണ്ട്. ഇതിനകത്ത് ഈ പറയുന്ന വോട്ടിനകത്ത് റോഹിംഗ്യ മുസ്ലിങ്ങളെയും ബംഗ്ലാദേശികളെയും വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് ചേർത്ത് ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യം മാത്രവുമല്ല, ശത്രുക്കൾ ആഗ്രഹിക്കുന്നത് പോലെ പുരോഗമനത്തിലേക്ക് പോകുന്ന ഒരു നാട്ടിൽ ഏറ്റവും ആ രാജ്യത്തിന്റെ പുരോഗമനത്തെ പുറകോട്ടടിക്കുന്നതിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് രാജ്യത്തെ അരാജകത്വം, കലാപം. ആ കലാപത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആര് കൊണ്ടുവന്നോ, ആര് വോട്ട് ചേർത്തോ അതിനെ ഉപയോഗിക്കാൻ ഇവരെ പ്രാപ്തമാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ഇപ്പോഴത്തെ ഈ മണ്ഡല പുനർനിർണയം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്താണ് സംസാരിച്ചത്? മൊത്തം കുഴപ്പമാണ്, ഇതിനകത്ത് മൊത്തം വ്യാജന, ഇതിനകത്ത് മൊത്തം ഇരട്ടിപ്പ, ആവശ്യമില്ലാത്ത സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. അതെ. അപ്പൊ മൊത്തം കുഴപ്പമാന്നുള്ള രീതിയിൽ ഈ ജനത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് മൊത്തം കുഴപ്പത്തിനകത്ത് ആ കുഴപ്പം പരിഹരിച്ച് ഇവിടുത്തെ ഇരട്ടിപ്പ് മാറ്റി, മരിച്ചവരുടെ വോട്ട് മാറ്റി, അല്ലെങ്കിൽ ഈ ഇന്ത്യക്കാരനില്ലാത്തവന്റെ വോട്ട് മാറ്റുമ്പോൾ അവനെ സംഘടിപ്പിച്ച് രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ നോക്കുമായിരുന്നു. ഇതായിരുന്നു പുള്ളിയുടെ പണി. പക്ഷെ മൊത്തം പൊളിഞ്ഞു. ഇപ്പൊ ഇതിനകത്ത് ഗുണം കിട്ടി. ഇവർ ഇതിലും കൂടുതൽ വന്നേനെ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടയാണോ വന്നേ? കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ NDAയും ഇന്ത്യ മുന്നണിയും തമ്മിൽ വന്ന വരവ് ഉണ്ടായിരുന്നു. കിട്ട വന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇപ്രാവശ്യം എന്താ പാടെ പോയത്? അതായത് ഇവിടെ ഒരു 11 ലക്ഷം 12 ലക്ഷം വോട്ട് കണ്ടുപിടിച്ചിരുന്നു. അവിടെ ജയിച്ചുകൊണ്ടിരുന്ന OIC അറിയാവോ? പ്രതിപക്ഷമാ. ആ വോട്ടെന്ന് പറഞ്ഞാൽ റോഹിംഗ്യൻസിന്റെയും ബംഗ്ലാദേശികളുടെ വോട്ടായിരുന്നു. എവിടെയോ സുപ്രീം കോടതി ചെന്നിട്ടും തെളിയിക്കാൻ പറ്റുന്നില്ല. ആരും ഇപ്പൊ അവരുടെ കൂടെ ഇല്ല. അതായത് വോട്ട് ചോരി എങ്ങനെയായിരുന്നു നടന്നതെന്ന് മനസ്സിലായല്ലോ. വോട്ട് ചോരി. ഇപ്പൊ അതിനുശേഷം ഇദ്ദേഹം ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം 25 ലക്ഷം കൊണ്ട് ഹരിയാനയിൽ നിന്ന് വന്നു. സാറ് കേട്ടതാണല്ലോ, 25 ലക്ഷം. എങ്ങനെയാ സാറേ പുള്ളിക്ക് അറിയാൻ പറ്റുന്ന 25 ലക്ഷം കള്ളവോട്ടോടുണ്ടെന്ന്? കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. സാറിനൊക്കെ ഇപ്പോൾ രാത്രി ഈ പറഞ്ഞ ജേർണലിസവും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ. അപ്പൊ അയാൾക്ക് അറിയാമായിരുന്നു അവിടെ 25 ലക്ഷം. അയാളുടേതായിരുന്നു 25 ലക്ഷം. അയാളുടേതായിരുന്നു ഈ പറയുന്ന വോട്ട് കൊള്ള. അയാൾക്കറിയാം. അപ്പോൾ അയാൾ ചെയ്യിച്ചണക്കെയും അയാൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ജയിച്ചില്ല. അയാളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബഹുമാനനായ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി കോൺഗ്രസ്. അവർക്ക് ഏറ്റവും സ്വാധീനമുള്ളവരാണല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് കേസ് അവിടെ ഉണ്ടോ സാർ നോക്കിയാ? ഇല്ല. അപ്പം ഇതിനകത്ത് ഇപ്പം ഈ അട്ടിമറി നടക്കും. അവിടെ കൂടിയെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കൂടി. കാരണം ഇയാള് 1ാം ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം
ഏതാണ്ട് ഗതി പറയുമല്ലോ. പറഞ്ഞതിന് ശേഷം ഇയാൾ ഇറങ്ങി. ഇവിടുത്തെ ചെറുപ്പക്കാരെ എനിക്കറിയാം, ഇവിടെയും കൊള്ള നടക്കുന്നുണ്ട്, ഇവിടെയും വോട്ട് ചോരി നടക്കുന്നുണ്ട്, മുൻകൂർ ഇവിടെ നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ചെറുപ്പക്കാർ അതിന്റെ കൂടെ നിൽക്കത്തില്ല, ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരും, അതല്ലേ പറയാൻ നോക്കുക. അപ്പൊ അയാൾക്ക് മനസ്സിലായ അധികാരത്തിൽ വരുന്നത്. അപ്പം അധികാരത്തിൽ വരത്തില്ല. അധികാരത്തിൽ വന്നായിരുന്നെങ്കിൽ ഈ അട്ടിമറിയിൽ കൂടി, അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഈ ജെൻസി അട്ടിമറിയിൽ കൂടി, അതായത് എങ്ങനെയായാലും അട്ടിമറി കലാപം. അപ്പൊ അവിടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് ഓഫീസിൽ ഈ വിഷയം വെച്ച് പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. എന്ത് പറയും? ഇപ്പൊ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. തിരി കൊളുത്തി. ഞാനിത് പറയുമ്പോൾ ഞാൻ പ്രശാന്ത് ഏട്ടനെ സൂചിപ്പിച്ച ആ ബംഗ്ലാദേശിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ബംഗ്ലാദേശിൽ അവിടെ ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിൽ വന്ന അവാമി ലീഗിൻ്റെ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അവിടെ നല്ല സൽഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോദിയുടെ ഗവൺമെൻറ്റിനെ പോലെ തന്നെ ഒരുപാട് പുരോഗതി അവരുണ്ടാക്കിയിട്ടുണ്ട്. ബറാക്ക അണക്കെട്ടിൻ്റെ നിർമ്മാണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇന്ത്യ തന്നെ അവരെ സഹായിച്ചിട്ടുണ്ട്. ആ ഗവൺമെൻറ്റിനെതിരെ വലിയ ആസൂത്രിതമായ അട്ടിമറി നടന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരെ സഹായിച്ചതാരാ? അവരെ സഹായിച്ചത് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ഒന്ന്, ജോർജ് സൊറോസ്, അദ്ദേഹത്തിൻ്റെ മീഡിയ വിഭാഗമായിട്ടുള്ള ഓപ്പൺ സൊസൈറ്റി, അതുകൂടാതെ അവരുടെ ഒരു ഫണ്ടിങ് ഏജൻസി ഉണ്ട്. ആ ഫണ്ടിങ് ഏജൻസിയിൽ നിന്നാണ് ഫണ്ട് കിട്ടിയത്. ഇത് പറയുന്നത് ഞാനല്ല, ഇന്ത്യയിലെ ഏതോ പത്രപ്രവർത്തകനോ അല്ല, രാഷ്ട്രീയക്കാരനോ അല്ല. ബംഗ്ലാദേശിലെ മുൻ മന്ത്രിസഭയിലിരുന്ന, അതായത് ഷെയ്ഖ് ഹസീനയെ എതിർത്തിരുന്ന ഒരു മന്ത്രി തന്നെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. ഇപ്പോഴും അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ്. എന്നു പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഒരു അസ്ഥിരപ്പെടുത്തൽ, ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേബിളായിട്ടുള്ള മോദി ഗവൺമെൻറ്റിനെ അൺസ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് ഡീപ് സ്റ്റേറ്റിൻ്റെയും അതുപോലെ ജോർജ് സൊറോസിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി അട്ടിമറി നടത്താൻ വേണ്ടിയായിരുന്നു CAA-ക്കെതിരെ, സിറ്റിസൺസ് അമെൻഡ്മെൻറ്റ് ആക്ട്, അതുപോലെ തന്നെ വോട്ട് ചോരി എന്ന് പറഞ്ഞുള്ള യാത്രകളെല്ലാം അതിൻ്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് ഈ ഡീപ് സ്റ്റേറ്റും ഞാൻ ഈ പറഞ്ഞ 3 ഘടകങ്ങളുമാണ്. അതുകൂടാതെ കണ്ട് ഇവിടെ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സിറ്റിസൺസ് അമെൻഡ്മെൻറ്റ് ആക്ട്. അന്നാണ് ചെങ്കോട്ടയിൽ ചെങ്കോടി മാറ്റിയിട്ട് ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ കാർഷിക സമരത്തിന് സാറിപ്പോൾ വായിച്ചു നോക്കണം, എവിടെയാണ് ഈ കാർ ബോംബ് സ്ഫോടനം നടന്നത് ആസൂത്രിതമായിട്ട്. അപ്പോൾ അവരെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഈ ചെങ്കോട്ട, അധികാരത്തിൻ്റെ കേന്ദ്രം. അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ നിന്ന് മോദിയെ പുറത്താക്കുക, ഇതാണ് ലക്ഷ്യം. അന്ന് ഒരു കാറിലെ സ്ഫോടക വസ്തുക്കൾ മാത്രമേ പൊട്ടിയുള്ളൂ. അതുപോലെ അതിലും കൂടുതൽ സ്ഫോടക വസ്തുക്കളുള്ള 30ഓളം കാറുകളാണ് അതിനുവേണ്ടി ഏർപ്പെടുത്തിയിരുന്നത്. 30 കാറുകളിലും സ്ഫോടനം ഉണ്ടായിരുന്നെങ്കിൽ ഡൽഹിയിലെ പാർലമെൻറ്റ് മന്ദിരം, സുപ്രീം കോടതി, അതുപോലെ തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, നമ്മുടെ ഫ്രീഡം പരേഡ് നടക്കുന്ന, റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്ന സ്ഥലം, അനുബന്ധമായിട്ടുള്ള മന്ത്രാലയങ്ങൾ, മന്ത്രിമാരുടെ വസതികൾ, ഈ പാർലമെൻറ്റ് തകർന്ന് തരിപ്പണമാവും. പിന്നെ ഭരണമുണ്ടോ? തല പോയി, ഇന്ത്യയുടെ തല പോവും. ഇന്ത്യയുടെ തല വെട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമത്തിന് പിന്തുണ കൊടുക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷം SIR-നെതിരെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. എന്ത് കൊണ്ടുവന്നാലും കലാപമില്ല സാറേ, കലാപത്തിലേക്ക് അതിന് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പറയാനൊക്കത്തില്ല. ഇപ്പൊ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാല് NDA 3-2 ഭൂരിപക്ഷത്തിൽ ബീഹാറിൽ ജെൻസി, മനസ്സിലാകുന്ന അതാ ഉദ്ദേശിക്കുന്നത്. വന്നാലും ജെൻസി, വന്നില്ലേലും ജെൻസി. അതെ, NDA അവിടെ 160 ഇന്ത്യയിലെ ബീഹാറിലെ ജനങ്ങൾ കൊടുക്കുന്ന മറുപടിയാണ്. 160 3-2 ഭൂരിപക്ഷത്തിൽ 20 വർഷമായി തുടരുന്ന സാർ പറഞ്ഞതിനകത്തുണ്ട്. 3-2 ഭൂരിപക്ഷത്തിൽ ബീഹാറിലെ ജനങ്ങൾ കൊടുക്കുന്ന മറുപടി, ഇതുവരെ ജനങ്ങളല്ല അവിടെ കൊടുത്തോണ്ടിരുന്നത്, ബീഹാറിലെ ഇന്ത്യയിലെ ജനങ്ങളല്ല. 55 ലക്ഷം കള്ള വോട്ടുകളാണ് SIR-ൽ. ആരാണ് കള്ളനപ്പോ? അതെ, ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്നു. അപ്പൊ ഇപ്പൊ ജനങ്ങൾ കൊടുത്ത മറുപടി, ആ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തിലുള്ള ഒരു റിസൾട്ട് ബീഹാറിൽ വന്നപ്പോൾ അതിനു മുമ്പേ അതിനുവേണ്ടി തയ്യാറെടുത്ത ഒരു ജൻസി കലാപത്തിന് വേണ്ടി ഇപ്പൊ കോപ്പ് കൂട്ടുന്ന ഒരു കോൺഗ്രസിനെയും അതിന്റെ നേതാവായിട്ടിരിക്കുന്ന, ക്യാപ്റ്റനായിട്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏതായാലും അധികാരത്തിൽ
വരുമോ അതോ ജെൻസി വിജയിക്കുമോ? നമുക്ക് നോക്കാം. ഇലക്ഷൻ കമ്മീഷൻ അല്ല, കള്ളൻ രാഹുൽ ഗാന്ധിയാണ് കള്ളൻ. അതെ, കള്ളൻ എന്ന വാക്ക് ഞാൻ അടിവരയിട്ട് പറയുകയാണ് എന്നാണ് ബീഹാറിലെ ജനങ്ങൾ ഈ വോട്ടെടുപ്പിന്റെ ഫലത്തിലൂടെ കാണിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.